അപ്പോൾ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്ന് ഞങ്ങളിത് പുറത്ത് പോവുകയാണ് ഗൈസ്. നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള എറണാകുളത്തപ്പൻ്റെ ഗ്രൗണ്ടിൽ നയാഗ്ര വെള്ളച്ചാട്ടവും പിന്നെ കുറേ റൈഡും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. സോ ഞങ്ങളുടെ ഊബർ വന്നു, ഞങ്ങളുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഊബർ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. അടിപൊളി ലൈറ്റും വെള്ളത്തിൻ്റെ ആ ഒരു ഇരപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. 450 രൂപ കൊടുത്ത് ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഫ്ലവറും പിന്നെ ആ ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു തീമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ നടന്നു വന്നു. കുറേ കച്ചവടങ്ങളും കടകളൊക്കെ ആയിരുന്നു, മൊത്തം കടകൾ. ഞങ്ങൾ അവിടെ ഒന്നും കാണാൻ നിന്നില്ല, കാരണം ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും, കയ്യിലെ ക്യാഷ് കാലിയാവും. സോ ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം റൈഡായിരുന്നു. റൈഡും വെള്ളത്തിൽ കിടന്നും മറിയുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പോണ വഴിക്ക് കുറേ അച്ചാറും വരുന്ന വഴിക്കും കുറേ അച്ചാറും ഒക്കെ വാരി തിന്നിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവരെ പറ്റിച്ച് കുറച്ച് അച്ചാർ കഴിച്ചു. നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടുത്തെ ഊഞ്ഞാലിരുന്ന് 3 പേരും കൂടെ കുറച്ച് നേരം ആടിയിട്ടാട്ടോ പോയത്. എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ എൻ്റെ അമ്മേ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല ഹാർട്ട് ഷേപ്പിൽ ഫ്ലവർ വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് DJ ലൈറ്റും മ്യൂസിക്കും വെള്ളം കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രാന്തായി. 3 എണ്ണത്തിന് പ്രാന്താ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ വേറൊരു സെക്ഷനുണ്ട് കുളിക്കാനായിട്ട്, നനയാൻ നമുക്ക്. പക്ഷെ ഞങ്ങൾ ആദ്യമേ അവിടെ പോയില്ല. ഞങ്ങൾ ആദ്യമേ നേരെ റൈഡിലോട്ടാണ് പോയത്. കാരണം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൈഡിൽ കയറാൻ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. സോ ഞങ്ങൾ നേരെ റൈഡിലോട്ട് പോയി. ഫസ്റ്റ് ഞങ്ങളിതേ ഇതിൽ കയറാനാണ് നിന്നത്. പക്ഷേ അതിൽ ഒരു തൊട്ടിനകത്ത് ഒരാൾക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റും. ഞങ്ങൾ 3 പേരുണ്ട്. സോ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾ മറ്റേ വള്ളത്തിൽ കയറാൻ പോയി. പക്ഷെ വള്ളത്തിലും പേടി. ശ്രുതിക്ക് ഭയങ്കര പേടി. പിന്നെ നോക്കിയപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കയറി ഇരുന്നിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഇരുന്നു. എന്താണെന്ന് അറിയില്ല. കയറി ഇരുന്നപ്പോൾ തൊട്ട് ശ്രുതി നിലവിളി തന്നെ. നിർത്തണ വരെ നിലവിളി. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അവന്മാരെയൊക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. നിർത്തണ പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് 2 എണ്ണത്തിന് നടുക്ക് കയറിയിരുന്നത്. 2 എണ്ണം അപ്പുറം നിലവിളിയായിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിയും. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ നിലവിളിക്കുന്നത് ഞാൻ കേൾക്കാട്ടോ. പേടിയൊക്കെ ഉണ്ട് കുറച്ച്, ഇത്രയില്ല. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും അവിടെ കുറച്ച് ഫ്രെയിമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുത്താൽ അവർ നമുക്ക് അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് തരുമല്ലോ. അങ്ങനെ അത് ഞങ്ങൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഇത് കിടന്ന് കറങ്ങുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ചെന്ന് താഴെ വീണ് ഫോൺ പോയി എന്നാണ് ആദ്യം വിചാരിച്ചത്. ശ്രുതിയുടെ നിലവിളി കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ശ്രുതിക്ക് ബോധക്ഷയം വരുന്നോ ഏതാണോ ഒന്നും അറിയാൻ വയ്യ. അങ്ങനെ കുരവിളിയെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കൈസ് നടുവിനും തോളത്തും എല്ലാം കൈ വെച്ചിട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഒരു റൈഡിൽ കയറാൻ പോയി. അങ്ങനെ ഞങ്ങൾ അതിലും കയറി, അതിന്നും ഇറങ്ങി. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിലും കുറച്ച് നിലവിളിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത വെള്ളത്തിലോട്ട് തുള്ളിച്ചാടാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്ന് തുള്ളിച്ചാടി. പിന്നെ അവിടെ നിന്ന് ഏതോ ഒരു ചേട്ടനിൽ ഫോണൊക്കെ കൊടുത്ത് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം എന്ന്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ആളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഞങ്ങൾ. ആൾ കല്യാണം കഴിഞ്ഞു, മലപ്പുറത്തേക്ക് പാക്ക് ചെയ്തു. അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ. ഞങ്ങളുടെ അലീനക്കുട്ടി കറക്റ്റ് ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ തന്നെ അവർ പാട്ടും ക്ലോസ് ചെയ്തു, ലൈറ്റും ക്ലോസ് ചെയ്തു, DJ എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ അവിടെ നിന്നൊരു കടലൊക്കെ വാങ്ങി തിന്ന് റോഡിലിറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടക്കുക. എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ ഒരു ഊഹം വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. മറൈൻ ഡ്രൈവിൽ വരുന്ന ടൈമിൽ ഞങ്ങൾ ഈ 49 രൂപ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഊഹം തെറ്റിയിട്ടില്ല. ഞങ്ങൾ നടന്ന് കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. 49 ജ്യൂസ് ബർഗർ, ഇതാണ് കഫേയുടെ പേര്. 49 റുപ്പീസേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഒന്നും അത്ര മോശമല്ല കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ്.
അവിടെ നിന്ന് നേരെ ഷേക്കൊക്കെ കുടിച്ച് ഒരു ഊബർ ബുക്ക് ചെയ്തു. ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. സോ